ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാട്ടോ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അത് കാരണം കേട്ടോ, എൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ ഈവനിങ് ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ചായയൊക്കെ കുടി കഴിഞ്ഞു, അതൊക്കെ പോയി കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ അടിച്ചു വരാൻ നോക്കുകയാണ് കേട്ടോ. പറയാം ആ കൈയൊക്കെ വേഗം ഒന്ന് അടിച്ചു വരി. പിന്നെ രാവിലെ കുളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് താളി തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ താളിക്ക് ഞാൻ രാവിലെ തന്നെ ഉലുവയും ചെമ്പരത്തി ഇലയും പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ ചെറിയ ഉള്ളിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ചെറിയ ഉള്ളിയും പനിക്കൂർക്കയുടെ ഇലയും ഞാൻ ഇപ്പോഴാണ് വെച്ചത്. രാവിലെ ഞാൻ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു. അപ്പോൾ പിന്നെ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി വേഗം കൊണ്ടുപോയി തോരയിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ തലയിൽ തേച്ചിട്ട് കുളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നലെ അന്തിയാകുമ്പോൾ തന്നെ ഞാനത് ഇട്ട് വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വൈകുന്നേരത്തേക്ക് ആക്കി. പിന്നെ വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കും കേട്ടോ. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ നനച്ചു കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് തലയിൽ തേച്ചിട്ട് ഞാൻ വേഗം കുളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കാൻ വേണ്ടി നോക്കാൻ വിചാരിച്ചു. വിളക്കൊക്കെ കഴുകി വെച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു. വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ തട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇപ്പോൾ നല്ല പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിറയെ ചെണ്ടുമല്ലി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ചെണ്ടുമല്ലിയൊന്നും ഇങ്ങനെ നമ്മുടെ വേണ്ടപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ ഓണത്തിന് പൂ വാങ്ങുമ്പോൾ വാങ്ങിയ ചെണ്ടുമല്ലി. അപ്പോൾ അതിന് ഉണങ്ങിയപ്പോൾ അതിൻ്റെ വിത്ത് പാകിയതാണ് കേട്ടോ. ഇപ്പോൾ ചെടി വന്നിട്ട് മുളച്ച് ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി പുറത്തൊക്കെ ഒന്ന് പോയി കാട്ടിയിട്ടോ. വിളക്ക് കൊളുത്തി പുറത്ത് കാട്ടി അങ്ങനെ കൊടുന്ന് സ്റ്റാൻഡിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. സ്റ്റാൻഡിൽ വെച്ച് വിളക്കൊക്കെ കൊളുത്തി കാട്ടിപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നല്ലൊരു സമാധാനമായിട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ വിളക്ക് കൊളുത്തണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് രാവിലെ അങ്ങനെ നടക്കാറില്ല. അപ്പോൾ കിട്ടുന്ന ടൈമൊക്കെ ഞാൻ വൈകുന്നേരം വിളക്ക് കൊളുത്തലുണ്ട് കേട്ടോ. പിന്നെ സാമ്പ്രാണി ഉണ്ടായിരുന്നു, അതൊന്ന് കത്തിച്ച് വെച്ചു. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റാഗി പുട്ട്, കുറച്ച് റാഗിപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുമ്പോഴത്തേനും അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഈ ടൈം ആകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പിന്നെ ഏട്ടൻ വന്നിട്ടോ. അപ്പോൾ ഏട്ടന് വേഗം ചായ ഇട്ട് കൊണ്ടുകൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ റാഗിപ്പൊട്ട് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കും എന്ന് മാത്രം. പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കുറേ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ സൂപ്പറാണ്, വെറുതെ കഴിക്കാൻ അങ്ങനെ കഴിക്കലുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ പുട്ടായി കേട്ടോ. 2 കുറ്റിക്കുള്ള പുട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, മാവ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഏട്ടനൊന്നും വന്നിട്ടില്ല, ഏട്ടനൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അവിടെയൊക്കെ വേഗം ഒന്ന് വൃത്തിയാക്കി. എനിക്ക് കയ്യോടെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതാട്ടോ ഞാൻ വേഗം വൃത്തിയാക്കി. പിന്നെ പുട്ടൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചസാരയും പുട്ടും കൂടി കുറച്ചെടുത്തിട്ട് കഴിച്ചു. ഇഷ്ടമല്ല, പക്ഷേ വിശന്ന് എന്തും തിങ്ങിയെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കേട്ടോ സംഭവം. വിശന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിച്ചു തന്നിട്ട്. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അത് കുറച്ച് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു രാവിലെ വറുത്തതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് മുടി ഉണ്ടായിരുന്നു, അത് വറുത്തു. പിന്നെ TV കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ സീരിയൽ കാണുമായിരുന്നു കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.